നാട്ടുകാരെ പീപ്പിൾ ഫ്രം ജർമ്മനിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് മെസ്സയിലാണ്. നമ്മൾ പാർട്ട് ടൈമിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് വിചാരിച്ചത് ഒന്ന് വെൻഡിങ് മെഷീൻ ഷൂട്ട് ചെയ്ത് കളയാമെന്ന്. എങ്ങനെയാണ് വെൻഡിങ് മെഷീൻ യൂസ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അത് വേറെ ഒന്നും കൊണ്ടല്ല, സത്യം പറഞ്ഞാൽ വെള്ളവും തേങ്ങയൊന്നും ഇല്ലാണ്ടാണ് വന്നത്. അപ്പോൾ ഒരു വെള്ളം വാങ്ങിക്കുന്നത് വളരെ അത്യാവശ്യമായതുകൊണ്ട് വിചാരിച്ചു ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഫ്രാങ്ക്ഫർട്ടിലാണ്. മെസ്സേൻ്റെ അടുത്ത് ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫ്രാങ്ക്ഫർട്ട് HBF പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു വെൻഡിങ് മെഷീൻ യൂസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഞാനിവിടെ ജർമ്മനിയിൽ വന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു വെൻഡിങ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കുറേ പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ വെൻഡിങ് മെഷീൻ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ാനോസിലെത്തി വെൻഡിങ് മെഷീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയിലെ ഒരു വെൻഡിങ് മെഷീനാണ് ഈ കാണുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ മാക്സിമം ക്യാമറ മുന്നിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ നമ്പേഴ്സ് കണ്ടോ, 10, 11, 12, 13, 14 എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പേഴ്സ് കണ്ടിട്ടില്ലേ, കാണുന്നില്ലേ? അപ്പോൾ അതിൽ ഇപ്പം എനിക്ക് വേണ്ടത്, ഞാൻ വെള്ളമെന്ന് പ്രതീക്ഷ ഞാൻ വന്നത്, പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ കോള കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ കോള ഓർഡർ ചെയ്യാമെന്ന്. ഇപ്പോൾ 0 ഷുഗർ കോളയുണ്ട്, ഷുഗർ കോളയുണ്ട്. എനിക്ക് താല്പര്യം 0 ഷുഗർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് 23 എന്ന് പറഞ്ഞ നമ്പർ സെലക്ട് ചെയ്യുകയാണ്. 20, 21, 22, 23, 24, 25, 26, 27, 28 ഇത്രയും റോ നമുക്ക് 0 ഷുഗറിൻ്റെ ആണ്. അപ്പോൾ ഞാൻ 23 അങ്ങ് എടുക്കുവാണ്. നമ്മൾ വെൻഡിങ് മെഷീനിൽ 23 പ്രസ് ചെയ്യാണ്. 23 വെയിറ്റ് ചെയ്യണം കുറച്ച്. അപ്പോൾ 3 യൂറോസ് ആണ് എമൗണ്ട് വരുന്നത്. നേരെ കാർഡ് ടാപ്പ് ചെയ്യണം. കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ അപ്പോൾ കാർഡ് ടാപ്പായി വന്നിട്ടുണ്ട്. സോ ഇത്ര ഉള്ള പരിപാടി. ഇനി കയ്യിലിട്ട് ജസ്റ്റ് എടുക്കാം. അപ്പോൾ ഒരു കോള കിട്ടിയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്. അറിയാത്തവർക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാൻ പാടില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. എനിക്കിത് പറഞ്ഞു തന്ന സമയത്ത് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. സോ എല്ലാവരും അത് ട്രൈ ഔട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ബൈ, ചൂസ്, ടാറ്റാ. ഇവിടെ വന്നെയാണ്.